നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യദിനത്തിന് മുന്നോടിയായി വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചത് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഫലാഹ് ഇസ്മായിൽ മന്ദക്കാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ ഹദീസുകളെ ഞങ്ങൾക്ക് വിശദീകരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയും ആയുധ ശേഖരണത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഹദീസിൻ്റെ ഒരു സാക്ഷാത്കാരമായി നമുക്ക് മനസ്സിലാക്കാം. ആ പ്രവചനം നമ്മുടെ കൺമുന്നിൽ കാണുന്നതായി നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ ഇന്ന് ഒരു വളരെ ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ആളുകൾ പെട്ടെന്നൊരു യുദ്ധഭീതിയിലേക്കും സംഘർഷാവസ്ഥയിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്ന രൂപത്തിലുള്ള വളരെ കൃത്യമായി അതൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാടുകൾ അപഹരിച്ച് ഇപ്പോൾ ഇസ്രായേൽ ലെബനോന്റെ നല്ലൊരു ഭാഗം ഇതിൻ്റെ പേര് പറഞ്ഞവർ കയ്യേറി കഴിഞ്ഞു. മാത്രമല്ല സിറിയയിലെ ജൂലാൻ കുന്നുകൾ അവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ കയ്യേറി കഴിഞ്ഞു. മാത്രമല്ല ഇനി അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഷിയ റജീം കഴിഞ്ഞ ശേഷം പിന്നീട് തങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് സുന്ന റജീമാണ്. മാത്രമല്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്രായേലിലെ വളരെ പ്രസിദ്ധനായ അവിടുത്തെ ഒരു റബ്ബി അയാൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഇറാനിൽ നിന്ന് മിസൈലുകൾ വരുന്ന സമയത്ത് ഒരു മിസൈൽ നമ്മൾ തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് വിടുകയാണെങ്കിൽ അതിനെ ഇറാന്റെ പേരിൽ കെട്ടിവെക്കുകയും നമുക്കവിടെ നമ്മളുടെ ആരാധനാ കേന്ദ്രം അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പണിത് കൊണ്ടുവരികയും ചെയ്യാമെന്നൊക്കെ പറയുന്ന പരസ്യമായി തന്നെ പറയുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു സന്ദർഭത്തിൽ ഒരു വശത്ത് ഇസ്രായേലാണ് ഏറ്റവും മനുഷ്യരാശിക്ക് തന്നെ ശത്രുക്കളായി നിലകൊണ്ടുകൊണ്ട് അക്രമം അഴിച്ചുവിടുന്ന ഒരു സമൂഹമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അവരെടുത്തിരുന്ന നിലപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് പല രാഷ്ട്രങ്ങളെയും കൈയടക്കി വെച്ചുകൊണ്ട് അവിടെയൊക്കെ വ്യാപകമായി മിലിറ്റന്റ് ഗ്രൂപ്പുകളെ വിന്യസിച്ചുകൊണ്ട് അക്രമവും അതേപോലെ തന്നെ അസമാധാനവും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ്. ഏതായാലും ഈ രണ്ട് കൂട്ടരുടെ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടു കൂടി ശാന്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ ആരായാലും അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം